കാലാവസ്ഥ അഭയാർത്ഥികൾ ലോകത്തെ പല രാജ്യങ്ങളിലുമുണ്ട്, ക്ലൈമറ്റ് റെഫ്യൂജീസ്. പക്ഷെ കേരളത്തിലുണ്ട്. നിങ്ങൾക്കറിയുമോ? ആ വിഷയം ഞാൻ നിയമസഭയിൽ അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവന്ന ഒരാളാണ്. കേരളത്തിൽ ഒരു സ്ഥലം, അവിടെയുള്ള ആളുകൾ ക്ലൈമറ്റ് റെഫ്യൂജീസ് ആയിട്ട് അവിടെ നിന്ന് വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടനാട്ടിൽ നിന്നും വ്യാപകമായ ആളുകൾ അവിടുന്ന് താമസം മാറിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടനാട് ആളുകൾക്ക് താമസിക്കാൻ കഴിയാത്ത ഒരു പ്രദേശമായി മാറുകയാണ്. ശേഷിയുള്ള ആളുകൾ ചങ്ങനാശ്ശേരിയിലേക്കും ആലപ്പുഴയിലേക്കും ഒക്കെ മാറി താമസിക്കുകയാണ്. ശേഷിയില്ലാത്തവർ, മറ്റു മാർഗമില്ലാത്തവർ മാത്രം അധിവസിക്കുന്ന ഒരു പ്രദേശമായി കുട്ടനാട് മാറുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ കേരളത്തിൽ നമ്മുടെ സമൂഹ മാധ്യമ ഇടപെടലുകളിൽ, ജൻസി ചർച്ചകളിൽ ഒന്നും തന്നെ ഇത് കുട്ടനാടോ കേരളത്തിന്റെ കാലാവസ്ഥ അപകടങ്ങളോ വിഷയമായി മാറുന്നില്ല എന്നുള്ളതും നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ഇതെല്ലാം ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയമാണ് നാളെയുടെ രാഷ്ട്രീയമായി മാറേണ്ടത്. തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോകളിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രാധാന്യത്തോടുകൂടി കാലാവസ്ഥ ഒരു വിഷയമായി എടുക്കേണ്ടി വരും. കാരണം ഭരണകൂടങ്ങളാണ് പോളിസി തീരുമാനിക്കുന്നത്. ആരും മാറി നിന്നാലും, ഇപ്പൊ ചില ആൾക്കാരെ പറയത്തില്ലേ, എനിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല, ഞാൻ ജോലി ചെയ്താൽ എനിക്ക് കൊള്ളാമെന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അങ്ങേയറ്റം അവബോധമില്ലായ്മയുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലെങ്കിലും രാഷ്ട്രീയത്തിന് നിങ്ങളെ താല്പര്യമുണ്ട്. അവരാണ് പോളിസി തീരുമാനിക്കുന്നത്, അവരാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്, അവരാണ് നാളെ നിങ്ങളുടെ മക്കൾ ഈ നാട്ടിൽ നല്ല ശ്വാസം എടുത്ത് നല്ല വെള്ളം കുടിച്ച് ജീവിക്കണമോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ അവർക്ക് ആർക്കും മാറി നിൽക്കാൻ കഴിയില്ല. ആ സത്യത്തെ കൂടി ഉൾക്കൊള്ളുന്ന ചർച്ചകൾക്ക് കൂടി ഈ ഭാരതീയം വേദിയാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത്തരമൊരു നല്ല സ്പേസ് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരുക്കിയ സബർമതി സാംസ്കാരിക വേദിയുടെ പ്രവർത്തകർക്ക്, നമ്മുടെ ചിന്ന ടീച്ചറുണ്ട്, എന്നെ